ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സൗത്ത് കേരള റോഡ് ട്രിപ്പ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സും പാട്ടുകളൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഞാൻ ഓൾറെഡി അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് വന്നിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒരു 7 കിലോമീറ്റർ മാറിയിട്ടാണ് ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻ്റാണ്. ആക്ച്വലി ഇതൊരു കള്ള് ഷാപ്പാണ് കേട്ടോ, ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടെയാണെന്ന് മാത്രം. അപ്പോൾ നമുക്കവിടെ ഫുഡുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്താൽ മതി എന്നുള്ള മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും മനസ്സിലായില്ല, എല്ലാം ഇങ്ങനെ കുറേ ചെരുവത്തിലാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ ബ്ലിങ്കസി അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്തൊക്കെയാണെന്നുള്ളത്. മഞ്ഞൾപ്പൊടി, ഒരു കേര, ഒരു നെയ്മി, ഒരു കാളാഞ്ചി, ഒരു വറ്റക്കറി, ഇത് വറ്റക്കറി, ഇത് കാളാഞ്ചിത്തല, ഇത് ആഞ്ചി വളത്തല, ഇത് വളത്തല, ഇത് കപ്പ, ഇത് കാച്ചിരി ചേമ്പ്, ഇത് കുഴ, ഇത് പന്നി റോസ്, കുഴ കാച്ചിരി ചേമ്പ് പയറും കപ്പ മിക്സിനായിട്ടുള്ള, ഇത് കരിമീൻ മപ്പാസ്, ഇത് കടൽ ഞണ്ട്, ഇത് കായൽ ഞണ്ട്, ഇത് മീൻ മുട്ട, ഇത് മീൻ പീര, ഇത് മുയൽ, ഇത് ബീഫ് ലിവർ, ഇത് ചിക്കൻ ഉളക്ക, അത് താറാവ് റോസ്റ്റ്, നാടൻ കോഴി, ചെമ്മീൻ റോസ്റ്റ്, നീരാളി, ഇത് കരിമീൻ ഫ്രൈ നിലയ്ക്കകത്ത് വെച്ച് പൊള്ളിച്ചുണ്ട്, പിന്നെ ഇത് കാട ഫ്രൈ, ഇത് കാരി ഫ്രൈ, ഇത് കൂന്തൽ, ഇത് പന്നി, ഇത് കക്ക, ഇത് പള്ളത്തി ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, കല്ലുമേക്ക, ഇത് പോത്തുവറ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പൊടിമീൻ ഫ്രൈ, താറാവ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പോലും എന്ന് പറയാം. ആ ഒരു ലെവലിലായിരുന്നു. ഫുള്ളിങ്ങനെ ഹട്ട് മാതിരി, ഇങ്ങനെ ചെറിയ കൂടാരം മാതിരിയാണ് അവിടെ ഓരോ ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല പ്രൈവസിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന തരത്തിലായിരുന്നു എല്ലാം വന്നിട്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അത്രമാത്രം കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല, മീൻസ് ഒരുപാട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, നോൺ വെജ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച്. സോ നമുക്ക് അങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ആകെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വെറുതെ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ, നമുക്ക് പാഴ്സൽ പോലും എടുക്കാൻ പറ്റില്ല, ട്രാവലിംഗ് ആണല്ലോ. അപ്പോൾ ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു. പണിയില്ലാത്ത എല്ലാവർക്കും പണി ഉണ്ടാക്കി കൊടുക്കുന്ന ശിവു. ഹായ് പറയൂ. ഹായ്. അപ്പോൾ അരുണേട്ടൻ ഒരു പ്രാവശ്യം ജോലി ആവശ്യത്തിന് വേണ്ടി ആലപ്പുഴ വന്ന സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വീക്കെൻഡിലൊന്നുമല്ല, ഒരു വർക്ക് ഡേയ്സിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല തിരക്കായിരുന്നു. നമ്മൾ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗം നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും, നിറച്ച് വണ്ടിയും കാറൊക്കെ ആയിട്ട് ഫുൾ ഫാമിലിയാണ് കേട്ടോ വന്നിട്ട് കണ്ടത്. എക്സ്പെൻസീവ് അല്ലേ? അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും വെള്ളയപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കടൽഞണ്ട് റോസ്റ്റ്, പിന്നെ താറാവ് റോസ്റ്റ്, പിന്നെ നമ്മുടെ കൊഴുവ മീനുണ്ടല്ലോ, കൊഴുവ മീൻ ഫ്രൈയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ കൊഴുവ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞണ്ട് എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600 സംതിങ് എന്തോ അതിന് മാത്രം ആയിട്ടുണ്ട്. അത് മാത്രമല്ല വലിയ കാര്യമായിട്ടുള്ള ടേസ്റ്റുകളൊന്നും തോന്നിയില്ല. പിന്നെ താറാവ് ഒരു ആവറേജ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര കുറച്ച് ഓർഡർ ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അധികമായിരുന്നു. സോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വർക്കലയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ പോണ വഴിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.